പഴയ ദില്ലിയില് ചാന്ദ്രി ചോക്കിൽ ചുറ്റൻ സിംഗ് അയാളുടെ ഗോൽഗപ്പയുടെ തട്ടുകട നടത്തുമായിരുന്നു. ലാൽ കില കറങ്ങാൻ വരുന്ന ആൾക്കാരെല്ലാരും മുമ്പില് ചാന്ദിനി ചോക്കിൽ ചുട്ടന്റെ ഗോൽഗപ്പയെ തീർച്ചയായിട്ടും കഴിക്കുമായിരുന്നു. സഹോദരി സഹോദരന്മാരെ, എല്ലാവരും ഇങ്ങോട്ട് വരിക. ഈ ചുട്ടന്റെ കടയിൽ വന്ന് എല്ലാവരും കഴിക്കുക. വരൂ വരൂ. ഒരു പ്രാവശ്യം നിങ്ങൾ വന്ന് കഴിച്ചാ വീണ്ടും വീണ്ടും നിങ്ങൾ ഇവിടെ വരും. ചുട്ടന്റെ കടയിൽ വരുന്ന ഏതൊരാളും ചുട്ടൻ അയാൾക്ക് സ്നേഹപൂർവ്വം ഗോൽഗപ്പെ കൊടുക്കുമായിരുന്നു. ചുട്ടന്റെ കട നന്നായി നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ജോഗിന്ദർ സിംഗ് അയാളുടെ ഭാര്യയും കുട്ടികളുമായിട്ട് ലാൽ കില കറങ്ങാൻ വന്നു. അവരതിനുശേഷം കാറിനകത്ത് കയറി തിരിച്ചു പോകാൻ പോകുമ്പോ ജോഗിന്ദര ഭാര്യ പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ചാന്ദിനി ചോക്കിൽ ചുട്ടന്റെ പേരുള്ള ഗോൽഗപ്പെ വിൽക്കുന്ന ആളുണ്ട്. അതിന് നല്ല രുചിയുണ്ടെന്ന് ഞാൻ കേട്ടത്. വാ, നമുക്ക് പോയി ഒന്ന് കഴിക്കാം. അവരെല്ലാരും വണ്ടിക്കകത്തിരുന്ന് ചുട്ടന്റെ തട്ടുകടയിലേക്ക് എത്തി. ചേട്ടാ, ഒരു പ്ലേറ്റ് എത്രയാ? സാറേ, 20 രൂപയാ ഒരു പ്ലേറ്റിന്. 10 ഗോൾഗപ്പേ തരും സാറേ. കഴിച്ച് നോക്കിയതിന് ശേഷം കൊള്ളാമെങ്കിൽ സാറ് പൈസ തന്നാ മതി. 4 പ്ലേറ്റ് തന്നോട്ടെ. എന്റെ ഗോൽഗപ്പയ്ക്ക് നല്ല എരിവ് വേണം കേട്ടോ. പിന്നെ എന്റെ ഗോൽഗപ്പയിൽ അങ്കിൾ മധുരമുള്ള ചട്നി തീർച്ചയായിട്ടും ഇടണം. അങ്കിൾ, എന്റെ ഗോൽഗപ്പയില് ചെന നന്നായിട്ടിടണം. ചേട്ടാ, എന്റെ പ്ലേറ്റില് സാധാരണ ഗോൾഗപ്പേ മതി. എനിക്ക് വെള്ളം വേണ്ട. ശരി സാറേ. കുറച്ചു സമയത്തിനുള്ളിൽ ചുട്ടൻ അവര് പറഞ്ഞ രീതിയിൽ തന്നെ ഗോൽഗപ്പ ഉണ്ടാക്കി കൊടുത്തു. ചുട്ടന് ശീലമായിരുന്നു അവിടെ വരുന്ന ആൾക്കാരോടെല്ലാം അവൻ നന്നായി സംസാരിക്കും. ചുട്ടൻ കുട്ടികളോട് ചോദിച്ചു, ഹേ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 5ാം ക്ലാസ്സിലാ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജോഗിന്ദറിന് അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ ഒരു പണക്കാരനാന്ന് തെളിയിക്കാനാണ് നടക്കുന്നത്. രണ്ടുപേരും ക്രിസ്റ്റഫർ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അയ്യോ സാറേ, എന്റെ മോളും അവിടെയാ 4ാം ക്ലാസ് പഠിക്കുന്നത്. ഇത് കേട്ടപ്പോ ജോഗിന്ദർ ആശ്ചര്യപ്പെട്ടു. അയാളെ മനസ്സിൽ തന്നെ ഓർത്തു, ഈ തട്ടുകട നടത്തുന്ന ആളുടെ മകൾ ഇത്രയും വലിയൊരു സ്കൂളിൽ പഠിക്കുന്നു. ഇത് കേട്ടപ്പോ അയാൾക്ക് ചുട്ടനോട് അസൂയ തോന്നി. എനിക്കൊരു പൂരി തന്നെ. എനിക്ക് കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിക്കൂ. ചുട്ടൻ ജോഗിന്ദറുടെ ഭാര്യയ്ക്ക് ഒരു പൂരി കൊടുത്തു. എന്നിട്ട് അയാൾക്ക് ഗോൽഗപ്പയുടെ വെള്ളം കൊടുക്കാൻ പോയപ്പം അറിയാതെ അയാളുടെ ഷർട്ടിന്റെ മേലാണ് ഗോൽഗപ്പയുടെ വെള്ളം വീണത്. ഇങ്ങനൊക്കെ സംഭവിച്ചല്ലോ സാറേ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ നിങ്ങളുടെ ഷർട്ടേ വെള്ളം തെറിച്ചു വീണു. ഇയാൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഷർട്ട് ഇയാൾ വെള്ളം ഒഴിക്കും? തനിക്കറിയാവോ ഞാൻ ആരാണെന്ന്? ഞാൻ ഭാരത് സർക്കാരിന്റെ സ്വച്ഛ് ഭാരതിന്റെ ഒരു അധികാരിയാ, മനസ്സിലായോ? നീ എന്റെ ഷർട്ട് നനച്ചു തന്നേ മതിയാകൂ. ഇതിലുള്ള കറ പോയില്ലെങ്കിലേ നിന്നെ ഞാൻ ശരിയാക്കും, പറഞ്ഞേക്കാം. എന്താ സാറേ ഇത്? ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ട എങ്ങനാ? സാർ എന്നോട് ക്ഷമിക്കണം. ദേവിയത് എന്നോട് ക്ഷമിക്കണം സാറേ. സാറിന്റെ ഷർട്ടിൽ പെട്ട കറ ഞാൻ എങ്ങനെങ്കിലും മാറ്റി തരാം. പക്ഷെ ജോഗിന്ദർ അയാള് പറയുന്ന ഒന്നും കേൾക്കാൻ നിന്നില്ല. എന്നിട്ട് വണ്ടിക്കകത്ത് കയറിയിരുന്ന് അവിടുന്ന് പോയി. അന്ന് രാത്രി ചുട്ടൻ അയാളുടെ വീട്ടിൽ തിരിച്ചെടുത്തപ്പോ അയാളുടെ ഭാര്യ അയാളോട് ചോദിച്ചു, അല്ല, ഇന്ന് എന്തു പറ്റി? മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ. എന്തു പറ്റി? അപ്പുറത്ത് തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ബസന്തി ഇന്ന് വന്നില്ലേ? ഇല്ല, വന്നില്ല. ആ നാരങ്ങ കച്ചവടം നടത്തുന്നവർ ഇന്ന് വന്നിട്ടേ ഇല്ല. കാര്യമെല്ലാം ചുട്ടൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എന്തൊക്കെയായാലും ദൈവം നമ്മളെ രക്ഷിക്കും. ഞാൻ നാളെ തന്നെ അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു നേർച്ച പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ജോഗിന്ദർ അയാളുടെ അളിയൻ നട്ടുവിനോടൊപ്പം ആ തട്ടുകടയുടെ അടുത്തേക്ക് വന്നു. ജോഗിന്ദർ നട്ടുവിനോട് പറഞ്ഞു, നോക്ക് നട്ടു, നിനക്ക് എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ പറയുന്നത് പോലെ നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഒരു ഗോൾഗപ്പേ കട ഇപ്പൊ തന്നെ ഇടണം. ആ ചുട്ടന്റെ ബിസിനസ് നീ എങ്ങനെങ്കിലും കുറയ്ക്കണം. അടുത്ത ദിവസം നട്ടു ചുട്ടന്റെ തട്ടുകടയുടെ അടുത്ത് അവന്റെ സ്വന്തമായിട്ടുള്ള തട്ടുകട തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ചുട്ടന് കിട്ടുന്ന ലാഭം പാതിയേക്കാ കുറഞ്ഞു. ചുട്ടൻ ഒരു രാത്രി വീട്ടിലെത്തിയിട്ട് അവന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? വരുമാനമാണെങ്കിൽ കുറഞ്ഞുകൊണ്ടേ പോകുന്നു. എന്റെ മോളെ ആ സ്കൂളിൽ എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്? നിങ്ങളൊന്നും പേടിക്കണ്ട, ഇപ്പൊ 1 മാസം ആയതല്ലേ ഉള്ളൂ. നമ്മൾ വേണമെങ്കിൽ ഇനിയും പരിശ്രമിക്കാം. എന്നിട്ട് നമ്മുടെ ഗോൽഗപ്പയ്ക്ക് രുചി നന്നായിട്ട് കൂട്ടാം. ഇനി എത്ര നാള് ആ നട്ടു നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമുക്ക് കാണാലോ. നമുക്ക് നമ്മുടെ ബിസിനസ് നന്നായിട്ട് നോക്കണം. എന്നാലല്ലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ നട്ടു നന്നോണം തോക്കും. നട്ടു ജോഗിന്ദറിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു.
നമുക്ക് കട നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ കട അടക്കിയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ കസേരയൊക്കെ വാങ്ങിച്ചിട്, നല്ല കളർ ബൾബൊക്കെ കെട്ട്. അത് മാത്രമല്ല ഒരു റിസപ്ഷനിസ്റ്റിനെയും വെക്ക്, പിന്നെ എല്ലാരും വന്നോളൂന്ന്. ആ ശരിയാ സാറേ, സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലതായിട്ട് തന്നെ തോന്നുന്നത്. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ തന്നെ എല്ലാ കാര്യം ചെയ്തേക്കാം. ജോഗീന്ദർ ഒരുപാട് കാശ് മുടക്കി ചുട്ടന്റെ തൊട്ടപ്പുറത്തുള്ള കട വാടകയ്ക്ക് വാങ്ങി അവിടെ തുടങ്ങി. എന്നിട്ട് അവിടെ നല്ല വിലപിടിപ്പുള്ള കസേരയും വിലപിടിപ്പുള്ള ലൈറ്റും ഒക്കെ വെച്ചു. എന്നിട്ട് അവിടെ ഒരു റിസപ്ഷനിസ്റ്റിനെ വെച്ചു. കുറച്ചു പേര് നട്ടുടെ കടയിലേക്ക് പോയി. പക്ഷെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കടയിലെ റിസപ്ഷനിസ്റ്റ് ഒക്കെ കൊള്ളാം, പക്ഷേ ഇവിടുത്തെ ഗോൾ കഫേ ഒരു കാശിനും കൊള്ളത്തില്ല. ഇത്രയും മോശമായത് കഴിച്ചിട്ടേ ഇല്ല. ഒരുപാട് ദിവസത്തിന് ശേഷം നട്ടുടെ കടയില് ആൾക്കാരാരുമില്ല. ഒരു രാത്രി ജോഗീന്ദറും നട്ടും രണ്ടുപേരും ചേർന്ന് കടയിൽ ഇരിക്കുവായിരുന്നു. എന്നിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ചുട്ടൻ അയാളുടെ പണിയെല്ലാം തീർത്ത് അവരുടെ കടയിലേക്ക് പോയി. എന്നിട്ട് ജോഗീന്ദറിനോട് പറഞ്ഞു, സാറേ, ഇതുപോലൊക്കെ ബിസിനസ് നടത്തിയാലേ നിങ്ങളെ കൊണ്ട് ഈ കട നടത്താനൊന്നും സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല സാധനങ്ങൾ വേണം കച്ചവടത്തിന് വെക്കാൻ. എങ്കിൽ മാത്രമേ ഗ്രാമത്തിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ കഴിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സും പച്ച പിടിക്കൂ. ഇക്കാര്യം ഒന്നും അറിയാതാ സാർ ഇവിടെ വന്ന് ഈ കടയിട്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ ചുട്ടൻ. നിങ്ങൾ നിങ്ങളുടെ മോളെ അത്രയും വലിയ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യത്തെ അസൂയയാ വന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്തതാ. എന്നോട് നീ ക്ഷമിക്കണം. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്തിരിക്കാൻ പാടില്ല. ഇപ്പൊ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. ചെറിയൊരു ബിസിനസ് ആണെങ്കിലും അത് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പഠിക്കുന്നത് നിങ്ങളുടെ മകളാണെങ്കിലും എന്റെ മകളാണെങ്കിലും ശരി, അവരെല്ലാം നന്നായിട്ട് പഠിച്ചാ മതി. അതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. ജോഗീന്ദർ ആ കട പൂട്ടിയിട്ട് നട്ടൂടൊപ്പം എന്നേക്കുമായി അവിടുന്ന് പോയി. എന്നിട്ട് ചുട്ടന്റെ വ്യാപാരം ഒരിക്കൽ കൂടി നന്നായി പച്ചപിടിച്ചു. ജഗ്ഗു വളരെ പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ഒരു വിറക് വെട്ടുകാരനായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു. അയാൾ ഒരു ചെറിയ കുടിലിൽ അയാളുടെ ഭാര്യ ഗൗരിയോടൊപ്പം താമസിക്കുമായിരുന്നു. വീട്ടിലെ ആഹാരമെല്ലാം തീർന്നു. ഇനി നാളെ ഞാൻ എങ്ങനെ ആഹാരം ഉണ്ടാക്കും? അത്യാഗ്രഹമുള്ള അവരുടെ അയൽക്കാരി എപ്പോഴും ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്തിനാ ഇത്രയും രുചിയില്ലാത്ത ആഹാരം കഴിക്കുന്നത്? ഈ ആഹാരം ഞങ്ങളുടെ വീട്ടിലെ പശു പോലും കഴിക്കില്ലല്ലോ. അയൽക്കാരിയുടെ ഈ സംസാരം കേട്ടിട്ട് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമായിരുന്നു. ഞാൻ കാട്ടിലേക്ക് പോയി മരക്കഷ്ണങ്ങളെല്ലാം കൊണ്ടുവരാം. നീ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ അത് വിറ്റ് കാശാക്കി കൊണ്ടുവരികയാണെങ്കിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ജഗ്ഗു കാട്ടിലേക്ക് പോയി. എന്നിട്ട് ഒന്നൊന്നായി വിറകുകൾ മുറിക്കാൻ തുടങ്ങി. അയാള് വലിയൊരു മരത്തിന്റെ കൊമ്പ് മുറിക്കാനായിട്ട് കോടാലി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ആ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു. എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ. ഇത് ആരുടെ ശബ്ദമാണിത്? ആരാണ് അവിടെ ഉള്ളത്? ഞാനാണ്. നിന്റെ മുന്നിലിരിക്കുന്ന ഈ മരമാണ്. ആ മരം സംസാരിക്കുന്ന കണ്ടപ്പോ അയാള് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ജഗ്ഗു മരത്തിനോട് പറഞ്ഞു, അയാള് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിയില്ലെങ്കി മാർക്കറ്റില് പിന്നെ എന്താ വിൽക്കാൻ പോകുന്നേ? അയാളുടെ കയ്യില് ആഹാരം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. ഞാനൊരു മായാ മരമാണ്. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തീർത്തു വെക്കാം. താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരാം. ആ മരം ഇത്രയും പറഞ്ഞപ്പോ അത്ഭുതമായി അവിടെ ഒരുപാട് ഗോതമ്പ്, പരിപ്പ്, അരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട ജഗ്ഗു ഒരുപാട് സന്തോഷിച്ചു. വളരെ വളരെ നന്ദി മായാമരമേ. നീ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നല്ലോ. ഒരു മാസം കഴിക്കാനുള്ള ആഹാരം കണ്ടപ്പോ ഗോരിക്കും ഒരുപാട് സന്തോഷമുണ്ടായി. ഇനി നമുക്ക് ഒരിക്കലും പട്ടിണി ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അയൽക്കാരി അവിടെ എത്തിയത്. അവിടെ വെച്ചിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ കണ്ടപ്പോ കഴിക്കാൻ ഇത്രയും ആഹാരമോ? അതും ഈ പാവങ്ങളുടെ അടുത്ത്. അയൽക്കാരി ഗോരിക്ക് അവരുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് അവരെ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം ആഘോഷത്തിന് പഴയ കീറിയ സാരി ഉടുത്ത് അങ്ങോട്ടെങ്ങാനും വന്നേക്കല്ലേ.
ഗൗരിയുടെ അടുത്താണെങ്കിലോ ഉടുക്കാൻ ഒരു നല്ല സാരി പോലും ഇല്ല. സങ്കടം കൊണ്ട് അവര് കരയാൻ തുടങ്ങി. കരയല്ലേ ഗൗരി? ഭാര്യയ്ക്ക് പുതിയൊരു സാരി എങ്ങനെയാ മേടിച്ചു കൊടുക്കുന്നേന്ന് ആലോചിച്ച് ജഗ്ഗു ഒരുപാട് വിഷമിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്ന ജഗ്ഗു കാട്ടിലെത്തി. അത്ഭുതമുള്ള ആ മരം അയാളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേന്ന്. എന്റെ ഭാര്യയുടെ കയ്യിൽ നല്ലൊരു സാരി പോലും ഇല്ല. ഞാൻ അവൾക്ക് നല്ലൊരു സാരി എവിടെ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഓ, ഇത്രേ ഉള്ളോ കാര്യം? താങ്കൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാൻ തരാം. അത്ഭുതമുള്ള ആ മരം ഇത്രയും പറഞ്ഞപ്പോ അവിടെ ഒരു സാരി പ്രത്യക്ഷപ്പെട്ടു. പുതിയ സാരി കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് സന്തോഷമുണ്ടായി. ആ അത്ഭുത മരത്തിനോട് ജഗ്ഗു നന്ദി പറഞ്ഞു. എന്നിട്ട് സാരി എടുത്ത് ജഗ്ഗു വീട്ടിലേക്ക് പോയി. പുതിയ സാരി കണ്ടപ്പോ ഗൗരി ഒരുപാട് സന്തോഷിച്ചു. ആ സാരി ഉടുത്ത ഗൗരി ജഗ്ഗുവിനോടൊപ്പം അയൽക്കാരുടെ വീട്ടിലെ ആഘോഷത്തിന് പങ്കെടുക്കാൻ പോയി. ഇത്രയും ഭംഗിയുള്ള സാരി ഗൗരി ഉടുത്തേക്കുന്ന കണ്ടപ്പോ ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന എല്ലാ അതിഥികളും ഗൗരിയെ ഒരുപാട് പ്രശംസിച്ചു. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൗരിയെ എല്ലാവരും പ്രശംസിക്കുന്ന കണ്ടപ്പോ അയൽക്കാരിക്ക് അസൂയ തോന്നി. ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവരുടെ ദാരിദ്ര്യത്തെ നല്ലോണം കളിയാക്കാമെന്നായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് അവളെ പ്രശംസിക്കുന്നത് കണ്ടില്ലേ? അസൂയ മൂത്ത ആ അയൽക്കാരി കയ്യിലിട്ടിരുന്ന സ്വർണവളകളെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഗൗരിയാണ് സ്വർണവളകൾ മോഷ്ടിച്ചെന്ന് അവരാരോപിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരിയെ അവർ അപമാനിക്കാൻ തുടങ്ങി. കണ്ടില്ലേ നിങ്ങള്? ഈ ഗൗരി എന്റെ കയ്യിലിരുന്ന സ്വർണ വളകളെ മോഷ്ടിച്ചു. ഗൗരിയെ അപമാനിക്കുന്നത് കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് വിഷമം ഉണ്ടായി. ഇത്രയും വിലപിടിപ്പുള്ള വളകള് എങ്ങനാ നമ്മള് തിരിച്ചു കൊടുക്കുന്നേ? കേട്ട് വിഷമിച്ച് ജഗ്ഗു കാട്ടിലേക്ക് പോയി ആ അത്ഭുത മരത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കരഞ്ഞു. അത്രയും വിലമതിപ്പുള്ള വള ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുക? ആ മരം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ നിസാര കാര്യമല്ലേ, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഭംഗിയുള്ള 2 സ്വർണ വളകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം കണ്ട് ജഗ്ഗു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അയാളെ സഹായിച്ചതിന് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ വളകൾ എടുത്ത് അവിടുന്ന് പോയി. ജഗ്ഗുവും ഭാര്യ ഗൗരിയും ആ അയൽക്കാരിക്ക് വളകൾ തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇന്ന് നിങ്ങളുടെ വളകൾ. വളകൾ കണ്ട് ആ അയൽക്കാരിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വളകള് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു വള എങ്ങനാ വന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ട്. എങ്ങനാ വന്നേന്ന് എനിക്കറിയണം. ഗൗരി ജഗ്ഗുവിന്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും വില കൂടിയ വളകൾ അയാളുടെ കയ്യിൽ എവിടുന്നാ കിട്ടിയെന്ന്. കാട്ടില് ഒരു മായാ മരമുണ്ട്. ആ മരമാണ് എനിക്ക് ഈ വളകൾ തന്നത്. ആ സാരി, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എല്ലാം ആ മരമാണ് തന്നത്. ജഗ്ഗുവിന്റെ ഈ സംസാരം കേട്ട് അയൽക്കാരി അത്ഭുതപ്പെട്ടു. അങ്ങനെയാണോ? അപ്പോ ഇതാണ് രഹസ്യം. എന്നാ പിന്നെ ഞാനും ആ അത്ഭുത മരത്തിനോട് സ്വർണവും വെള്ളിയും വജ്രാഭരണങ്ങളൊക്കെ ചോദിച്ച് വലിയ ഒരു പണക്കാരിയാകും. പിറ്റേ ദിവസം അയൽക്കാരി ജഗ്ഗുവിന്റെ പുറകെ തന്നെ പോയി ആ അത്ഭുത മരത്തിന്റെ അടുത്ത് എത്തി. അവിടെ വെച്ചാണ് അവര് കണ്ടത് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് സംസാരിക്കുന്നത്. ജഗ്ഗു അവിടുന്ന് പോയ ഉടൻ അവരാ മരത്തിന്റെ അടുത്ത് എത്തി. അത്ഭുത മരമേ, വരൂ, എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല വിലപിടിപ്പുള്ള മാല ഇങ്ങ് തന്നേ.
ആ അയൽക്കാരി ചോദിച്ച ഉടൻ തന്നെ അവിടെ നല്ല വിലപിടിപ്പുള്ള ഒരു മാല അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട അയൽക്കാരിക്ക് സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. പക്ഷേ വിലപിടിപ്പുള്ള ആ മാല അവര് കഴുത്തേലിട്ട ഉടൻ തന്നെ ആ മാല ഒരു പാമ്പായി മാറി. പേടിച്ച ആ അയൽക്കാരി ഒച്ച വെക്കാൻ തുടങ്ങി. അവരാ പാമ്പിനെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ആ അത്ഭുത മരത്തിനോട് അവര് ചോദിച്ചു എന്തിനാ അവർക്ക് പാമ്പ് കിട്ടിയെന്ന്. എന്നിട്ട് ജഗ്ഗുനോ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ആ അത്ഭുത മരം അവരോട് പറഞ്ഞു വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജഗ്ഗു മരത്തിനോട് ചോദിച്ച സാധനങ്ങളെല്ലാം അവന് ശരിക്കും ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ അയൽക്കാരിയാണെങ്കിലോ അത്യാഗ്രഹം കൊണ്ടാണ് മാല ചോദിച്ചത്. അവർക്ക് അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് പാമ്പിനെ കിട്ടിയത്. ഇത് കേട്ടപ്പോ അയൽക്കാരിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ നിന്നെ കത്തിയിരിക്കും. തീ കൊളുത്തിയ ഒരു വിറകുമായി ആ അയൽക്കാരി ആ അത്ഭുത മരത്തെ തീ വെക്കാൻ ശ്രമിച്ചു. മരമാണെങ്കിൽ എരിഞ്ഞില്ല, മറിച്ച് ആ അയൽക്കാരിയുടെ തുണിയെ തന്നെയാണ് തീ പിടിച്ചത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി അയൽക്കാരി അവിടെയും ഇവിടെയും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. അബ്ദുൾ മിയായുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 3 കുട്ടികളും അനാഥരായി. ഇപ്പോൾ അവർക്ക് അച്ഛന്റെ സാന്ത്വനം നഷ്ടപ്പെട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബം എങ്ങനെ നോക്കും? പ്രായപൂർത്തിയായ 2 കുട്ടികളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കും? യാ അല്ലാ, കരുണ കാണിക്കല്ല. അമ്മേ, പുറത്തുപോയി ഞങ്ങൾ ജോലി നോക്കട്ടെ. പക്ഷെ നിനക്ക് എന്ത് ജോലി കിട്ടും? എനിക്കൊരു ജോലി മാത്രമാണ് നന്നായിട്ട് അറിയാവുന്നത്, പാചക ജോലി. നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാലോ? പക്ഷേ അതിന് കുറെ കാശ് ആവശ്യപ്പെടുമല്ലോ. പണത്തെ പറ്റിയോർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ. എന്റെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകുമ്പോ ആ സ്വർണ്ണമെല്ലാം തിരിച്ചെടുക്കാമല്ലോ. പക്ഷെ അമ്മേ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതല്ലേ. മകളെ, എനിക്ക് ഈ സ്വർണത്തിനേക്കാൾ വലുത് നിങ്ങളാണ്. ഇതിലെന്താണുള്ളത്? നമുക്കത് വീണ്ടും വാങ്ങിക്കാലോ. ശരി അമ്മേ. ഷിഫാനി അവളുടെ അമ്മയുടെ സ്വർണമെല്ലാം വാങ്ങിച്ചു. പണയം വച്ചതിന് ശേഷം അവൾക്ക് 20,000 രൂപ കിട്ടി. ആ പണം വെച്ചിട്ട് അവർ ഒരു ബിരിയാണി കട ആരംഭിച്ചു. അവർ 3 പേരും ചേർന്ന് ആ കടയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചൂടുള്ള ബിരിയാണി ഉണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വരും. വരൂ, ചൂടുള്ള ബിരിയാണി വരൂ. നിറയെ പേര് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നു. ആ കടയിലെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ, ബിരിയാണി നന്നായിട്ടുണ്ട്. ഇത്രയും രുചിയുള്ള ബിരിയാണി എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ബിരിയാണി നന്നായിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. എന്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ ബിരിയാണി കടയിൽ കച്ചവടം വർദ്ധിച്ചു. ബിരിയാണി കടയിൽ ആളുകളുടെ തിരക്ക് കൂടി. എനിക്ക് 2 ബിരിയാണി പാഴ്സൽ വേണം. ആ ശരി ചേച്ചി. എനിക്കും 2 വേണം. ഇപ്പൊ നദീന് ഉറക്കെ ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കടയിൽ ഓരോ ദിവസവും തിരക്ക് വർദ്ധിച്ചു വന്നു. അവർ 3 പേരും ചേർന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം. ഇത് നിങ്ങളുടെ. ഇത് നിങ്ങളുടെ. 1 മാസത്തിന് ശേഷം ഷിഫ സമ്പാദിച്ച പണം എണ്ണിക്കൊണ്ടിരുന്നു. ഇന്നാ അമ്മേ, ഈ മാസത്തിൽ കിട്ടിയ ലാഭം 20,000 രൂപ. എന്ത്? അതെ അമ്മേ, സത്യമാണ്. 20,000 രൂപ. ഇത്രയും അധികം പണമോ? നമ്മൾ ചെയ്യുന്ന ബിരിയാണി നാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും കടയില് കസ്റ്റമറിന്റെ കൂട്ടാണ് ഉള്ളത്. യാ അല്ലാ, അങ്ങേക്ക് എന്റെ കോടാനുകോടി പ്രണാമം. നീ എന്റെ മക്കളെ അവരുടെ ജോലിയിൽ വിജയിപ്പിച്ചതിന് ഒത്തിരി നന്ദി. അമ്മേ, അടുത്ത മാസം അമ്മയുടെ സ്വർണമെല്ലാം തിരിച്ചെടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. ആ ദിവസം ഷിഫയുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായിരുന്നു. അവരുടെ പിതാവ് മരിച്ചതിനു ശേഷം ഇന്നാണ് ആ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും വിളയാടിയത്. അവര് 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവര് 3 പേരും ജോലി ചെയ്തു. ഇതെല്ലാം നമ്മുടെ 3 പേരുടെയും ഐക്യത്തിൽ നടന്നതാണ്. സത്യമാണ് ചേച്ചി. പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്നായിട്ടുണ്ടാവണം. അതെ, എപ്പോഴും. കുറച്ചു മാസത്തിന് ശേഷം 3 പേരും വണ്ടിക്കട വിട്ട് ഹോട്ടൽ ആരംഭിച്ചു. നദീൻ കൗണ്ടറിലിരിക്കാനും ഷിഫായും സനായും ബിരിയാണി ഉണ്ടാക്കാനും തുടങ്ങി. മോനെ, അതേ ടേസ്റ്റ് തന്നെ വണ്ടിക്കടയിൽ വെച്ചതുപോലെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതല്ലേ ഞങ്ങളുടെ അമ്മയുടെ റെസിപ്പി. ചേട്ടാ, ഈ ടേസ്റ്റ് തീർച്ചയായിട്ടും മാറുകയില്ല. ജനങ്ങൾ എപ്പോഴും അവരുടെ ബിരിയാണിയുടെ രുചിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർക്ക് പാർട്ടി ഓർഡേഴ്സും കിട്ടാൻ തുടങ്ങി. മോനെ, എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്. അതുകൊണ്ട് 100 പേർക്കുള്ള ബിരിയാണി വേണം. തീർച്ചയായിട്ടും ചേട്ടാ, നാളെ തന്നെ കിട്ടും.
പക്ഷേ അതേ രുചി ഉണ്ടാവണം. അതായത് ഇവിടെ കിട്ടുന്ന പോലെ തന്നെ. തീർച്ചയായിട്ടും ഏട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് പോ. 3 പേരും ഒരുപാട് സന്തോഷപ്പെട്ടു. അവരുടെ ബിസിനസ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം, എന്തു പറ്റി? ഈ ഓർഡർ എന്താ ഇവിടെ? കാദി സാർ വീട്ടിൽ നിൽക്കുകയായിരുന്നു, പക്ഷേ അതെന്തോ നിന്നുപോയി. അതുകൊണ്ട് റിട്ടേൺ ചെയ്തതാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. യാ അല്ലാ, അവര് ഭയങ്കര പാവമാണ്. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടും. ശരി മാ. തന്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം നദീൻ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തന്റെ ബിരിയാണി കൊണ്ടുപോയി കൊടുത്തു. അവൻ അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ഹോട്ടലിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ സന അവിടെ ഉണ്ടായിരുന്നു. ആപ്പ എവിടെ? അവള് വീട്ടിലേക്ക് പോയി. എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ആപ്പ എന്തിനാ ഇത്രയും ബിരിയാണി പുറത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്? അതും വെറുതെ. നീ എന്താ പറയുന്നേ? സന, ഇന്ന് കാദി സാർ വീട്ടിൽ നിൽക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം 100 പേർക്കുള്ള ഓർഡർ ആയിരുന്നു തന്നത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവർ നിൽക്കാൻ നിന്നുപോയി. ഇപ്പൊ ബിരിയാണി അതേപോലെ നിന്നു. ഞാൻ ആ ബിരിയാണി വിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആപ്പ അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു ആൾക്കാർക്ക്. ഇതൊരു ശരിയായ തീരുമാനമല്ലല്ലോ. ആ ബിരിയാണി കൊണ്ട് നമുക്ക് കാശുണ്ടാക്കായിരുന്നു ആപ്പ. ആ അതെ, ശരിയാണ്. നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര നിർമ്മല മനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം. നമുക്ക് ഒരുപാട് കാശ് കിട്ടിയല്ലോ, ഇനി നമുക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ. ലാഭവും നഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ചേച്ചി. ഇരിക്കാം, പക്ഷേ. അപ്പോൾ ഷിഫ അവിടേക്ക് വന്നു. ഷിഫയെ കണ്ടതും സനയും നദീനും അവരുടെ സംസാരം നിർത്തി. ബിരിയാണി പാവങ്ങൾക്ക് കൊടുത്തില്ല നീ? ആ എല്ലാം കൊടുത്തു. ഗാദി അയ്യാക്ക് അതിന്റെ പുണ്യം കിട്ടട്ടെ അല്ലേ? അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം നല്ലതല്ലേ? തീർച്ചയായും. സനയ്ക്കും നദീനും ചേച്ചിയുടെ ഈ തീരുമാനം തികച്ചും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവരുടെ ബിസിനസ് തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് വലിയ ഓർഡർ എല്ലാം കിട്ടാൻ തുടങ്ങി. അവരുടെ ഹോട്ടലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓർഡർ കൂടി ക്യാൻസലായി. നദീൻ, അൻസാരിയുടെ ഓർഡർ ക്യാൻസലായി. നീ ബിരിയാണി കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്ക്. ശരിയാപ്പാ. നദീൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല. ഷിഫ വീട്ടിലേക്ക് പോയതിനു ശേഷം സനയും നദീനും ഇപ്രകാരം പറഞ്ഞു. നമുക്ക് ഈ ബിരിയാണി വിറ്റൂടെ? ഇപ്പൊ രാത്രി 10 മണിയായല്ലോ. കസ്റ്റമർ എപ്പോ വേണമെങ്കിലും വരാം. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് അകത്ത് വെക്കാം. രാവിലെ ആദ്യം ഇത് വിൽക്കാം. ഇതാണ് ശരി. അവര് രണ്ടുപേരും ചേർന്ന് ആ ബിരിയാണി എടുത്തു വെച്ചു. പിറ്റേ ദിവസം രാവിലെ കസ്റ്റമേഴ്സിന് ആ ബിരിയാണിയാണ് കൊടുത്തത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു, ലാഭം 2 മടങ്ങിൽ കിട്ടുന്നതിന്. പക്ഷെ ഷിഫാക്ക് ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതെങ്കിലും ഓർഡർ ക്യാൻസൽ ആയാൽ പിറ്റേ ദിവസം നദീനും സനയും ആ ബിരിയാണിയാണ് കസ്റ്റമേഴ്സിന് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ പല മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഈ പഴയ ബിരിയാണി ഒരു റെഗുലർ കസ്റ്റമർ കഴിക്കാൻ ആരംഭിച്ചു. നദീം, എന്തോ ഒരു തെറ്റുണ്ടല്ലോ. ബിരിയാണിയിൽ ആ രുചിയില്ലല്ലോ. അത് എങ്ങനെ ചേട്ടാ നടക്കും? ഞങ്ങൾ എപ്പോഴും പോലെയാണല്ലോ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. ശരി മോനെ. അങ്ങനെ ക്രമേണ കസ്റ്റമേഴ്സിനെല്ലാം ബിരിയാണി ടേസ്റ്റ് മാറുന്നത് മനസ്സിലായി. ആ രുചി കസ്റ്റമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പതിയെ ഹോട്ടലിന്റെ വ്യാപാരം കുറഞ്ഞു. അപ്പോഴാണ് ഷിഫ ആലോചിച്ചത്, പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്താണ് കസ്റ്റമേഴ്സ് ആരും വരാത്തത്? ഇങ്ങനെ പോയാൽ കച്ചവടം നഷ്ടത്തിലാവില്ലേ? നദീന് അവന്റെ തെറ്റുകൾ മനസ്സിലായി. അവൻ ചേച്ചിയെ നോക്കി കരയാൻ ആരംഭിച്ചു. എല്ലാം ഞങ്ങളുടെ തെറ്റാണ്. പഴയ ബിരിയാണി എടുത്താണ് ഞങ്ങൾ കസ്റ്റമറിനൊക്കെ കൊടുത്തത്. എന്ത്? നദീൻ അവന്റെ ചേച്ചിയോട് അവൻ ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞു. നീ എന്തിനങ്ങനെ ചെയ്തത്? അത്യാഗ്രഹം ചിന്തിച്ച് നീ ബിസിനസ് നഷ്ടത്തിലാക്കിയില്ലേ? നമ്മൾ ഇനി എങ്ങനെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരും? ഞങ്ങളോട് ക്ഷമിക്കണേ ചേച്ചി. ഞങ്ങൾക്ക് അറിയില്ല ഇതുപോലൊക്കെ സംഭവിക്കുമെന്ന്. നിന്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. 3 പേരും ആലോചിക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഷിഫ ഒരു വഴി കണ്ടെത്തി. ഷിഫ ഒരു ബോർഡ് എഴുതി വെച്ചു. ഞങ്ങളോട് എല്ലാവരും ക്ഷമിക്കണേ. ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ ബിരിയാണി കഴിക്കേണ്ടി വന്നു. ഞങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും ബിരിയാണി സൗജന്യമായി നൽകുന്നതാണ്. ഇങ്ങനൊരു ബോർഡ് ഷിഫ ഹോട്ടലിന്റെ പുറത്തു വെച്ചു. കസ്റ്റമേഴ്സ് എല്ലാരും ആ ബോർഡ് കണ്ടു. സൗജന്യമായ ബിരിയാണി കഴിക്കാൻ എല്ലാവരും വന്നു. വീണ്ടും ആ ബിരിയാണിയുടെ ടേസ്റ്റ് കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇത് ആ പഴയ ടേസ്റ്റ് തന്നെയാ. അതെ നന്നായിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് ബിരിയാണി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു. അങ്ങനെ അവരുടെ മനസ്സിലെ കഷ്ടമെല്ലാം മാറി. കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ചു ഹോട്ടലിലേക്ക് വന്നു. സനയ്ക്കും നദീനും എല്ലാം മനസ്സിലായി അത്യാഗ്രഹം ആപത്താണെന്ന്.
അങ്ങനെ വീണ്ടും അമ്മയുടെ ബിരിയാണി പ്രശസ്തമായി.